ഗവർണർ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും കരിങ്കൊടി കാണിച്ച SFIയുടെ ക്രിമിനലുകൾ ഗവർണറുടെ വണ്ടിയുടെ ചില്ലിൽ വരെ വന്ന് ഇടിച്ച സംഭവം നമുക്കറിയാം. അന്ന് യഥാർത്ഥത്തിൽ പോലീസാണ് ആ SFIയുടെ ക്രിമിനലുകളെ അവിടുന്ന് സംരക്ഷിച്ചു കൊണ്ടുപോയത്. അതിനുശേഷം ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ ചെന്നപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ക്രിമിനലും 1042 കേസിൽ പ്രതിയും വധശ്രമ കേസിലെ പ്രതിയുമായിട്ടുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എന്ന് പറഞ്ഞ ആ ക്രിമിനല് ഗവർണറെ തെണ്ടി ചെറ്റ കഞ്ചാവടിക്കുന്നവൻ എന്ന് വരെ വിളിക്കുകയും. ശ്രീ KM ഷാജഹാൻ കേരളത്തിൽ ഇതുവരെയും കാണാത്ത ഒരു പ്രചരണമാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 1 മണിക്കൂറോളമായി കേരള എന്ന റോഡിൽ കുത്തിയിരുന്നത് സമരം നടത്തുന്നു. കേരളത്തിൽ ഒരു ഗവർണറും കാണിക്കാത്ത രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ കേട്ടിടത്തോളം നിലമേലോ മറ്റൊരു പരിപാടിക്ക് ഗവർണർ പോകുമ്പോൾ SFIക്കാർ വന്ന് അവിടെ കരിങ്കൊടി കാണിച്ചെന്നും ആ കരിങ്കൊടി കാണിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യാതെ താൻ അവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ധ്യവയോധികനായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിന്റെ സൈഡിൽ ഒരു സമരമുഖം തുറന്ന് അവിടെ ഇരിക്കുന്നത് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ 2001-2006 കാലഘട്ടത്തിൽ ശ്രീമാൻ VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം ഞാനൊരു 6:30 മണിയായപ്പോഴത്തേക്കും VS നെ സാഹചര്യം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു, ഷാജാനെ VS സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾ ചുമ്മാ തമാശ പറയാതെ, ഞാൻ 6 മണിക്ക് VS കണ്ടിട്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പോകുന്നതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ആ VS അങ്ങനെ നിരാഹാരം? അതല്ല ഷാജാൻ, ഒന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇതെല്ലാം പറഞ്ഞു. ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ 82 വയസ്സുകാരൻ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു കട്ടിലും ഇട്ട് ഒരു നിരാഹാരം ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ വളരെ അവിടെ ഒരു 10,000-2000 ആളും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അപ്പൊ ഞാൻ വളരെ സൗമ്യമായിട്ട് അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഷാജഹാൻ, ഇവിടെ SFIക്കാർ വന്നിട്ട് പന്തൽ കെട്ടാൻ പോയപ്പോഴത്തേക്ക് പോലീസ് അത് തടഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ എന്നെ വിളിച്ച് ഞാൻ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് പോലീസുകാർ വീണ്ടും ഒരു കർശന നിലപാടിൽ നിന്നു. എന്നാൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നിരാഹാരം ഇരുന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വയോധികനായിട്ടുള്ള VS അച്യുതാനന്ദൻ 82-ാം വയസ്സിൽ അവിടെ നിരാഹാരം ഇരുന്നു. 2 ദിവസം നിരാഹാരം ഇരുന്നു. ഒരു 10,000-15,000 ആൾ അവിടെ 2 ദിവസം കൊണ്ട് കൂടി. അവസാനം VSന്റെ സത്യാഗ്രഹം ജയിച്ചു. അന്ന് നയനാരാണ് VS അച്യുതാനന്ദന് നാരങ്ങ നീര് കൊടുത്ത് ആ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. ഞാനിപ്പോ യഥാർത്ഥത്തിൽ വയോധികനായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ഈ 1.5 മണിക്കൂർ നേരം ഈ റോഡിന്റെ സൈഡിൽ പൊരി വെയിലത്ത് സത്യാഗ്രഹം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ശ്രീമാൻ VS അച്യുതാനന്ദൻ 2001-2006 കാലഘട്ടത്തിൽ 2-3 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് SFI കുട്ടികൾക്ക് വേണ്ടി നിരാഹാരം ഇരുന്ന സംഭവമാണ്. ഞാൻ മറ്റൊരു തന്നെ വെച്ചോട്ടെ. അതായത് പിണറായി ശ്രീ മുഖ്യമന്ത്രി പോകുമ്പോൾ സമരം നടത്തുന്നവരെ കേരള പോലീസ് തല അടിച്ചു പൊട്ടിയും കയ്യും തല അടിച്ചു പൊട്ടിയും എന്തുകൊണ്ട് SFIക്ക് അവിടെ ഈ സമരം കാണിക്കുന്നില്ല പോലീസ്? അല്ല, ഞാനതിലേക്കാണ് വരുന്നത്. അന്ന് SFI എന്ന് പറയുന്ന സംഘടനയ്ക്കിടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ അന്ന് അവിടെ നിരാഹാരം ഇരുന്നതെങ്കിൽ ദയനീയമെന്ന് പറയട്ടെ, ആ SFIയുടെ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള ഒരു മനുഷ്യനെ, വയോധികനെ കരിങ്കൊടി കാണിക്കുന്നതിനെതിരായിട്ടാണ് ഗവർണർ അവിടെ കുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. എന്താണ് ഗവർണർ അവിടെ ആവശ്യപ്പെടുന്നത്? ഞാനത് മനസ്സിലാക്കി. ഗവർണർ ആവശ്യപ്പെടുന്നത് എന്താണ്? അത് ഗവർണർ കരിങ്കൊടി കാണിക്കാൻ 50ഓളം SFIക്കാർ വന്നിരുന്നു. ആ SFIക്കാരെ അറസ്റ്റ് ചെയ്തിട്ടേ താൻ അവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ അവിടെ ഇരിക്കുന്നത്. അതിൽ 1% പോലും ഗവർണറെ തള്ളിപ്പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് ഗവർണർ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും കരിങ്കൊടി കാണിച്ച SFIയുടെ ക്രിമിനലുകൾ ഗവർണറുടെ വണ്ടിയുടെ ചില്ലിൽ വരെ വന്ന് ഇടിച്ച സംഭവം നമുക്കറിയാം. അന്ന് യഥാർത്ഥത്തിൽ പോലീസാണ് ആ SFIയുടെ ക്രിമിനലുകളെ അവിടുന്ന് സംരക്ഷിച്ചു കൊണ്ടുപോയത്. അതിനുശേഷം ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ ചെന്നപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ക്രിമിനലും 1042 കേസിൽ പ്രതിയും വധശ്രമ കേസിലെ പ്രതിയുമായിട്ടുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എന്ന് പറഞ്ഞ ആ ക്രിമിനല് ഗവർണറെ തെണ്ടി ചെറ്റ കഞ്ചാവടിക്കുന്നവൻ എന്ന് വരെ വിളിക്കുകയും അവിടുന്നും SFIയുടെ ഈ ക്രിമിനലുകളെ ഈ പിണറായിയുടെ ഈ വേട്ട നായ്ക്കളായിട്ടുള്ള പോലീസ് കൂട്ടിക്കൊണ്ട് സമസ്താപരാധം അവരോട് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിലാണ് വയോധികനായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ഈ 50 കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടേ താൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നയിക്കുന്നത്. എനിക്കിപ്പോ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പ്രതിപക്ഷ പ്രവർത്തനം. ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല. പക്ഷേ ഒരു അടിച്ചമർത്തുന്ന
ഒരു റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു റിപ്രസീവ് ആയിട്ടുള്ള ഗവൺമെന്റിനെതിരെ എങ്ങനെയാണ് പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരായിട്ട് ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ നയപ്രഖ്യാപനം നടത്തിയപ്പോൾ അത് വായിക്കാതെ പോയപ്പോൾ ഭരണപക്ഷത്തെക്കാൾ ശക്തമായി ഭരണപക്ഷത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവും കുഞ്ഞാലിക്കുട്ടിയുമാണ്. അതുകൊണ്ട് ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയത്തിനെതിരെ, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തേണ്ടത് എന്നുള്ളതിന് ഓരോ പാഠങ്ങൾ, ഓരോ അധ്യായങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പുതിയ അധ്യായമാണ് ഇവിടെ ഇപ്പൊ ഗവർണർ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇല്ലാതെ പോയി. അല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഗവർണർ ആ സമരം നടത്തുന്നിടത്ത് ചെന്ന് ഗവർണർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ഗവർണർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഞാനും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമായി. അതുകൊണ്ട് ഗവർണർക്ക് എല്ലാ പിന്തുണയും, കേരളത്തിലെ പൊതുമണ്ഡലത്തിന്റെ ആകെ പിന്തുണ ഗവർണർക്ക് ഉണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള സമരങ്ങളാണ് പ്രതിപക്ഷം ഇവിടെ നടത്തേണ്ടത് എന്ന് ഗവർണർ ആവർത്തിച്ച് പ്രതിപക്ഷത്തിനെ മാത്രമല്ല ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെയുണ്ട്. 10 വർഷമായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബി ജെ പി ഏത് മാളത്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ആ ബി ജെ പിയുടെ നേതാക്കന്മാർ വാലും ചുരുട്ടി ഏത് മാളത്തിലേക്കാണ് പോയി ഒളിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കും ഒരു പാഠമാണ് ഗവർണർ അവരുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ ഈ സമരം വിജയിച്ചതിന് ശേഷമേ അവിടുന്ന് പിന്തിരിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ ഗവർണർ ഓരോ ദിവസവും പിണറായി വിജയന്റെ മസ്തകത്തിനും കരണക്കുറ്റിക്കിട്ടും അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുമണ്ഡലത്തിന്റെ ഒരു കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറിൽ മാത്രമാണ് ഇന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് വിശ്വാസവും പ്രതീക്ഷയും ഉള്ളത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഗവർണർ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ആ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ രാഷ്ട്രീയം അവിടെ നിൽക്കുമ്പോഴും ഈ പിന്തിരിപ്പൻ, ഈ ജനവിരുദ്ധ, ഈ പുഴുത്ത് ചീഞ്ഞ് നാറി അളിഞ്ഞ ഈ പിണറായി സർക്കാരിനെതിരെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് കേരളത്തിലെ എല്ലാ പൊതുജനങ്ങളും അകമഴിഞ്ഞ പിന്തുണ നൽകണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സമരം, ഈ ഗവർണർ നടത്തുന്ന സമരം വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ വാലും ചുരുട്ടി ഗവർണറുടെ മുമ്പിൽ നിന്ന് ഓടുന്ന ആ കാഴ്ച കാണാൻ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ, ആശങ്കയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ. ഇപ്പൊ പുറത്തോട്ട് വരുന്ന മറ്റു വാർത്ത എന്ന് പറഞ്ഞാൽ FIR കോപ്പി തന്റെ കയ്യിൽ കിട്ടാത്താൻ തിരിച്ചു പോകില്ല, പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഫിന്റെ സെക്രട്ടറി, അമിത്ഷായുടെ ആഫിന്റെ സെക്രട്ടറി വിളിച്ച് ഫോണിൽ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് 100%, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, എന്നെ പോലെ നിങ്ങളെപ്പോലുള്ള ഒരാളല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നതമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനോട് SFIയുടെ ക്രിമിനലുകൾ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിക്കുക, അയാളുടെ വണ്ടിയുടെ ചില്ലിൽ പോയി ഇടിക്കുക, അയാളെ പട്ടിയെന്നും ചെറ്റയെന്നും അയാളെ കഞ്ചാവടിക്കാരെന്നും വിളിക്കുക, അയാൾ പോകുന്നിടത്തെല്ലാം കരിങ്കൊടി കാണിക്കുക. ഇത് വേറെ ഏത് സംസ്ഥാനത്ത് നടക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് എവിടെയെങ്കിലും നടക്കുമോ? ഇനി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത്? പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച ആളുകളെ മുഴുവൻ തല്ലിച്ചതച്ച് അവരുടെ തലതല്ലി പൊളിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. കായംകുളത്ത് അനഘ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ വൃത്തികെട്ട മുഖ്യമന്ത്രിയുടെ വേട്ട നായ്ക്കളായിട്ടുള്ള പോലീസുകാരുടെ ലാത്തിയടി ഏറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട് ആശുപത്രി കിടക്കുകയാണ്. ആലോചിച്ച് നോക്കണം. കായംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പ്രവീൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ 10 പോലീസ് പട്ടികൾ ഈ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആ പയ്യന്റെ തലച്ചോറിന് ക്ഷതമേറ്റിരിക്കുകയാണ്. പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തിയപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടത്. ഇങ്ങനെ അടിക്കുന്ന പോലീസുകാർ എന്തോ SFIക്കാർ അടിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അടിക്കുന്ന പോലീസുകാർ, അതായത് പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്യുന്ന പോലീസ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ DGP എന്ന് പറഞ്ഞ ഒരുത്തിന് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്താ അവന്റെ പേര്, ഷേഖ് ദർവേഷ് സാഹിബ്. DGP വിളിച്ചിരിക്കുകയാണ് ഗവർണർ. അവൻ എവിടെയാണ് അവൻ? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ക്രമസമാധാന പാലന ചുമതല വഹിക്കേണ്ട പോലീസുകാരനായിട്ടുള്ള ആ DGP എന്താണ് അവന്റെ പേര്, ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞവനെയൊക്കെ ചാണകമുക്കിയ ചൂലുകൊണ്ട് അടിക്കുകയല്ലേ വേണ്ടത്? ചാണകമുക്കിയ ചൂലുകൊണ്ട്. അവന് പിണറായി വിജയന്റെ വീട്ടിൽ പോയി വീട്ടുവേലക്കാരനായിട്ട് നിന്ന് പിണറായി വിജയന്റെ നിലം തറ തുടച്ചു കൊടുക്കുകയല്ലേ അവൻ ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ ചെന്ന് പിണറായി വിജയനുകൊണ്ട് ചൂലെടുത്ത് അടിക്കുകയല്ലേ DGP എന്ന് പറഞ്ഞവൻ ചെയ്യേണ്ടത്? അവൻ ആരാണ്? ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്?
ഇസഡ് കാറ്റഗറിയുള്ള കേരളത്തിൽ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവനല്ലേ. അവൻ പിണറായി വിജയന് പിന്നെ പിടുത്തം താങ്ങാൻ വേണ്ടിയിട്ടാണ് അവനെ ആ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഷേഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ DGP-യെ ചാണകമുഖ്യ ചൂലുകൊണ്ട് അടിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് മാത്രമാണ് മാധ്യമത്തിന് മുമ്പിൽ കൊണ്ടുപോയത്, ഒരു ചിരി മാത്രം. അതുപോലെ വി ശിവൻകുട്ടി പറഞ്ഞു വെച്ചാൽ ഗവർണറുടെ വെറും ഷോ മാത്രമാണ് ഇതെന്ന് പറയുന്നത് സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. അതെ, അതുകൊണ്ട് ഗവർണർ എന്ന് പറയുന്നയാള് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അയാൾ വെറുതെക്കാരനല്ല. അയാൾ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിട്ടുള്ള ഗവർണറാണ്. അയാൾക്ക് ആ ഗവർണർക്ക് അതിൻ്റെതായിട്ടുള്ള സംരക്ഷണ വലയമുണ്ട് എന്ന് പിണറായി മുതൽ അയാളുടെ പുഷ്ടം താങ്ങുന്ന ശിവൻകുട്ടി വരെയുള്ളവർ മനസ്സിലാക്കണം. അയാളൊരു സാധാരണക്കാരൻ, എന്നെ നിങ്ങളെ പോലൊരു സാധാരണക്കാരനല്ല. അയാളെ എന്ത് വൃത്തികേടും കാണിക്കുക, അയാളെ കരിങ്കൊടി കാണിക്കുക, അയാളുടെ വണ്ടിയുടെ ചില്ലിനിട്ടടിക്കുക, അതൊന്നും ഒരു ഭരണഘടന അനുവദിച്ചിട്ടില്ല, ഒരു കോടതിയും അനുവദിച്ചിട്ടില്ല, ഇന്ത്യയിൽ ഒരു സിവിൽ നിയമവും ക്രിമിനൽ നിയമവും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളൊട്ടാകെ ഒന്നാകെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഗവർണറുടെ ഈ സമരത്തിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഗവർണർ നടത്തുന്ന ഈ സമരം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവർണർ ഈ സമരം നടത്തുന്നത്. ഈ സംസ്ഥാനത്ത് ഭരണഘടനയും നിയമങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടാണ് ഗവർണർ സമരം നടത്തുന്നത്. റൂത്ത്ലെസ്സായി ഈ പറഞ്ഞതുപോലെ മോണോലിത്തിക് ആയിട്ട് ഉള്ള ഒരു ഭരണഘടനാ വിരുദ്ധ, ഭരണഘടനാതീത അധികാര കേന്ദ്രമായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടാണ് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമരം നടത്തുന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് എല്ലാ ജനങ്ങളും, ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളും ഗവർണർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ DGP എന്ന് പറഞ്ഞവൻ അവൻ ആ കസേരയിരിക്കാൻ ഒരു സെക്കൻഡ് പോലും അവൻ ആ കസേരയിരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളത് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ അയാൾ രാജിവെച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവസാനമായി മറ്റൊരു ചോദ്യം ചോദിക്കാം. കാരണം ഗവർണർ പറഞ്ഞു 1 മണിക്ക് മുമ്പ് തന്നെ നിലമ്പയിൽ 50ഓളം SFIR ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ ഗവർണറുടെ റൂട്ട് മാറ്റിവിട്ടില്ല കേരള പോലീസ്? ഇപ്പൊ മനഃപൂർവ്വം SFIR മുമ്പിൽ കൊണ്ട് ഇടുകയില്ലായിരുന്നോ? 100% അതായത് ഞാൻ പറഞ്ഞല്ലോ, പോലീസ് എന്ന് പറഞ്ഞ സംവിധാനം പിണറായി വിജയന്റെ പിഷ്ടം താങ്ങുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് എന്ന് പറഞ്ഞ സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റിച്ചൂലാവുകയല്ല വേണ്ടത്, രാഷ്ട്രീയ പാർട്ടികളുടെ കോടാലിക്കൈയാവുകയല്ല വേണ്ടത്. അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഭരണഘടനയിലും ക്രിമിനൽ നിയമങ്ങളിലും സിവിൽ നിയമങ്ങളിലും ക്രമസമാധാന പാലന ചുമതല എന്നുള്ള നിലയിൽ പോലീസിന് ഉത്തരവാദിത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ പിണറായി വിജയന്റെ കുറ്റിച്ചൂലായിട്ടാണ് കേരളത്തിലെ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവർണറെ പോലും ഇത് പറഞ്ഞ പോലെ മാരകമായ രീതിയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള നിലയിലേക്ക് SFI ക്രിമിനലുകളെ അഴിച്ചുവിടുകയാണ് കേരളത്തിൽ പോലീസ്. സ്വാഭാവികമായും അതിനെതിരെ അവസാനം വരെ വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള പോരാട്ടം നടത്തുകയല്ലാതെ ഗവർണർക്ക് വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ വന്ധ്യ വയോധികനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സമരം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന് ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റെഡ് സല്യൂട്ട് കൊടുക്കാനാണ് നമ്മളിപ്പോൾ തയ്യാറാവേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നന്ദി ശ്രീ KM ഷാജഹാൻ.